ഹലോ, എല്ലാവർക്കും ആർക്രാഫ്റ്റോട് സ്വാഗതം. ഈ കാണുന്ന വണ്ടി കണ്ടോ, ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഈ വണ്ടിയുടെ നമുക്കിതൊന്ന് ഷോറൂം കണ്ടീഷനാക്കണം. ഈ വണ്ടി നമ്മുടെ എറണാകുളത്തുള്ള ജിനുബ്രോയുടെ വണ്ടിയാണ് കേട്ടോ. ആളിവിടെ നാട്ടിലില്ല, പുറത്താണ്. അപ്പം ആൾക്ക് ഈ വണ്ടിയൊന്ന് നാട്ടിൽ വരുമ്പോഴത്തേക്കൊന്ന് ഒരു ഷോറൂം കണ്ടീഷനോട്ട് ആക്കണം. നമ്മൾ ഇതിൻ്റെ സ്പെയറുകൾ എല്ലാം മാറി ചെയ്യുന്നത് കേട്ടോ, ഷോറൂം കണ്ടീഷനോട്ട് ആക്കുന്നത്. പെയിൻറ്റിങ് മാത്രമല്ല, പ്ലേറ്റിങ്ങും ബഫിങ്ങും സ്പെയറും എല്ലാം മാറിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഈ ഗിയർ പെഡലും കുട്ടി ഗിയർ പെഡലും ഒക്കെ നമ്മൾ എല്ലാം പുതിയത് തന്നെ കേട്ടോ, ജെനുവനായിട്ടുള്ള സ്പെയർ തന്നെ എല്ലാം മേടിച്ചിട്ടേക്കുന്നത്. പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈലൻസറും ബെൻഡ് പൈപ്പും ഒക്കെയാണ് മെയിനായിട്ട് പ്ലേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം സ്പെയർ പുതിയത് മേടിച്ചുവിടുമായിരുന്നു. പിന്നെ ഒത്തിരി പേര് റേറ്റും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. റേറ്റ് ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടും, ഇത്രയായോ, എങ്ങനെയാണ് അത്രയായത്? ഇതിൻ്റെ സ്പെയർ തന്നെ ഏകദേശം ഒരു 15 രൂപയോളം അടുത്തായിട്ടുണ്ട്. അപ്പം അതിപ്പോൾ എല്ലാം ഒന്നും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കാർബറേറ്റർ പുതിയതാണ്, ഷോക്ക് ഓബ്സർവ്, ഇൻഡിക്കേറ്ററുകൾ, അതുപോലെ തന്നെ ഒരു വിധപ്പെട്ട ക്ലച്ചൊക്കെ പണിതിട്ടുണ്ട്, എൻജിൻ ഓയിലെല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ സ്പെയർ ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വണ്ടിക്ക് ഏകദേശം ഒരു 50 രൂപയോളം അടുത്തായിട്ടുണ്ട് ഈ വണ്ടി ഇറങ്ങാൻ. റേറ്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റേറ്റിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമറുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 രൂപ ഉള്ളെങ്കിലും 5 രൂപയ്ക്ക് നമ്മൾ ടച്ച് ആൻഡ് പോളിഷിങ്ങും എൻജിൻ ബഫിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കസ്റ്റമറുടെ റേറ്റ്. അപ്പോൾ ഏകദേശം വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ജിനുബ്രോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു ഷോറൂം കണ്ടീഷനായിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചെയ്യാൻ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വീഡിയോയുടെ ഇടയിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ ബയോ ഒന്ന് ചെക്ക് ചെയ്യുമോ, ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് അയക്കുകയോ എല്ലാം ചെയ്തേച്ചാൽ മതി. വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.